The only problem with Kasaba is that it ended too quickly and it did not have a second part. Nitin Renji Panikkar, please make Kasaba 2. I feel like 90% of actresses in current Malayalam industry are pretty untalented. Yeah. Cancel me for this, but from a purely entertaining perspective, I would not. കുഴപ്പമില്ല. എനിക്ക് റേഷൻ കാർഡിൽ പേരൊക്കെ ഉണ്ട്, പ്രശ്നമുണ്ട്. റേഷനറി ഉണ്ട്. മാസ്കുലിൻ ഡയലോഗ്സ് കൈകടിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പോലെ തന്നെയാണ്. ചവിട്ട് തടിക്കാനും തൊഴിക്കാനും ഒക്കെ ഒരു പെണ്ണിനെ വേണമെന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് പറയും. അതിന്റെ ആക്ച്വലി ഈക്വലി പ്രോബ്ലമാറ്റിക് ആയിട്ട് ചിരിക്കുന്നതിന്. അപ്പോ നമ്മള് ഈ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഫെമിനിസത്തെ പറ്റി പറയുമ്പോൾ പേ ഗ്യാപ്പ് ആക്ച്വലി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കേക്കട്ടെ. FFC, Forced Feminism in Film, in cinema. Oh, nice. So, ഇന്നത്തെ എപ്പിസോഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ മൂവി ഐ വാച്ച്ഡ് റീസെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലൈറ്റ് സ്പോയിലേഴ്സ് അഹെഡ്, അമൽ നീരദിന്റെ ബോഗൻവില്ലയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സൃണ്ടയുടെ ക്യാരക്ടർ ആ സിനിമയിലെ പ്രധാന വില്ലൻ അല്ലെങ്കിൽ അസൈലന്റിനെ ഒരു കസേര എടുത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് പൊസിഷനിലേക്ക് വന്ന് അയാളെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി കഴിഞ്ഞിട്ട് ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ ചേച്ചി എന്നൊരു ഡയലോഗ് പറയുന്നു. പലർക്കും, സിനിമ കണ്ട പലർക്കും അതൊരു എന്താ പറയുക, ഒരു വളരെ ഏച്ച് കെട്ടിയ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യലായ അല്ലെങ്കിൽ വളരെ അൺനെസസറി ആയ ഫെമിനിസം ഫോഴ്സ് ചെയ്ത് കയറ്റുന്ന പോലൊരു ഫീലിംഗ് അതിലുണ്ടായി. പേഴ്സണലി എവിടെയൊക്കെയോ എനിക്കോ തോന്നി. ഐ പേഴ്സണലി ഫൗണ്ട് ഇറ്റ് ടു ബി ക്രിഞ്ച്. ഓൾദോ ഐ ലൈക്ക് ദ മൂവി സംവെയർ, ഈ ഒരു എലമെന്റ് എനിക്ക് ആക്ച്വലി വളരെ ക്രിഞ്ചായിട്ട് തോന്നി. സോ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ലൈക്ക് അതിൽ ഈ സിനിമ കണ്ട് ഈ സീനിൽ നിന്നാണ് ഈ ഡിസ്കഷൻ ബേസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് അബൌട്ട് ഫോഴ്സ് ഫെമിനിസം ഇൻ സിനിമ. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പോൾ യൂഷ്വലി എന്താ പറയുക, ഇവര് കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് പറയാം. ലൈക്ക് ഒരു തരം മെന്റർഷിപ്പ് ഇവരുടെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. Abhilash, Sudheesh, Arshi, Asraff. Disclaimer before we start. Allan Georgeന്റെ പോഡ്കാസ്റ്റിൽ വിളിച്ച് പറയുന്ന ഒരു തോന്നിയ മാസങ്ങൾക്ക് ഞങ്ങൾ ആരും മെന്റർഷിപ്പ് കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്യുന്നു. ഇല്ല, അർഷിയുടെ മറ്റേ കൈ ഞാൻ കൊടുത്തിട്ടില്ല. സോ അഭിലാഷ്, നമ്മുടെ വിഷയം ഫോഴ്സ്ഡ് ഫെമിനിസം ഇൻ F3, ഫോഴ്സ്ഡ് ഫെമിനിസം ഇൻ ഫിലിം അല്ലേ? ഇൻ ഫിലിംസ്. അതില് ഫോഴ്സ്ഡ് ഫെമിനിസം ഇൻ ഫിലിം, ഇൻ സിനിമ. ഓ, നൈസ്. അപ്പോ ഈ സബ്ജക്ട് മാറ്ററിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. അഭിലാഷൻ സിനിമ ബേസ് ചെയ്തിട്ട് ഒരാളാണ്. അർഷിയുടെ ഫെമിനിസത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ള അല്ല, അല്ലെങ്കിൽ അഭിലാഷിനെ വിളിച്ചത് എനിക്ക് മനസ്സിലാവും. എന്നെ ഇതിന് നീ എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് ക്യാമറയുടെ ഫ്രണ്ട് വെച്ചാലും പറയും. അഭിലാഷ് ചേട്ടൻ സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. യുവർ ആൻ ഫിലിം മേക്കർ. ലൈക്ക് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഇന്ത്യൻ നോളൻ, ഇന്ത്യൻ ആൻഡ്രൂ ടേറ്റ്. അർഷേട്ടൻ ഫെമിനിസം അല്ലെങ്കിൽ അർഷയുടെ സാമൂഹ്യ നിരീക്ഷകരാണ്. സാമൂഹ്യ വിരുദ്ധൻ. ഇവിടെ കട്ട് ചെയ്തിട്ട് അർഷിയുടെ മറ്റേ ചാനൽ സാമൂഹ്യ നിരീക്ഷകരാണ്. ഫോഴ്സ്ഡ് ഫെമിനിസം ഇൻ സിനിമ. ഈ പെർട്ടിക്കുലർ സീൻ, ഡിഡ് യു ഫൈൻഡ് ദാറ്റ് ദ സീൻ ഇസ് വെരി അൺനെസസറി, ഫോഴ്സ്ഡ്, അങ്ങനെ ഒരു തോന്നലുണ്ടായോ? ഇറ്റ് വാസ് ക്രിഞ്ച് ഇൻഡ്യൂസിങ്, അതിലൊരു സംശയമില്ല. ബിക്കോസ് 10 മിനിറ്റ് മുമ്പ് ആ സ്ത്രീയുടെ ഭർത്താവിനെ പട്ടിയടിച്ച് കൊന്നല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ലെ ഭർത്താവിനെ സ്പോയിലർ അലേർട്ട് പറഞ്ഞു കഴിഞ്ഞു. സോ I don't think anybody for that matter, male or female, would be in the position to crack such a mass dialogue when their significant other was bitten to death by dogs. And also it was the delivery was a little off. കാരണം വളരെ ഒരു ക്ലോസപ്പ് ഒക്കെ വെച്ച് ക്യാമറയിലോട്ട് തിരിഞ്ഞ ഒരു ചെറിയ ചിരിയൊക്കെ കൊടുത്തിട്ട് സ്ലൈസ് സ്മൈലിലാണ് അശ്രദ്ധ ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഐദർ പ്രോബ്ലി ഹെർ പെർഫോമൻസിന്റെ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കോൾ ആയിരിക്കും അതും. പക്ഷെ രണ്ടാണെങ്കിലും വിത്ത് റെസ്പെക്ട് ടു ദ സിറ്റുവേഷൻ ഇറ്റ് ഫെൽറ്റ് ഫോഴ്സ്ഡ്. അവർ ആക്ച്വലി സർവൈവലിന് വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്യാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഷീ ന്യൂ ഷീ വാസ് ഗോയിങ് ടു KO. അതിനകത്ത് the whole see, when you superimpose a gender dialogue on a template like idoru, let's say serial killer survival sequence aanu, there is no necessity for superimposing a gender dialogue on top of that. Like oru feminism alle oru anganthe oru sadhanam superimpose cheyyumbam
the essence of what you're trying to convey in the story is lost. First of all, the story itself is lost. That's like a very lost movie ആണ്. ഷട്ടർ ഐലൻഡ് ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അല്ല ഇതെല്ലാം ഷട്ടർ ഐലൻഡ് ഐ ഫീൽ ലൈക്ക് ഓൾ സോ കോൾഡ് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് ആർ സംവെയർ ഓഫ് ഷൂട്ട്സ് ഓഫ് ഷട്ടർ. മെമെന്റോ മൂവീസ് അബൌട്ട് അംനീഷ്യ ഹാവ് occurred like ഒരുപാടുണ്ട്. ഗജനി. Right. ഗജനി. ഇന്നലെ അംനീഷ്യ ആണോ? ഇന്നലെ പോസ്റ്റ് ട്രോമാറ്റിക്. The thing about it is, our scene in itself has a very strong feministic element to it. You don't need a dialogue to like improvise it. ആ സിനിമയിൽ അതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നായക കഥാപാത്രം ഹീറോയിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ആ മൊമെന്റ് പ്രസന്റ് അല്ല. തേനി ACP ഇവിടെ ഇല്ല. തേനി ACP സ്വാറ്റിവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. പുള്ളി എറണാകുളം വരെ പോയിരിക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും തോക്കും. ആൻഡ് ഓൾസോ അവിടെ അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ളൊരു മനുഷ്യനായിട്ടുള്ള ശ്രദ്ധയുടെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ കുറച്ച് മുമ്പ് അർഷി പറഞ്ഞ പട്ടിയടിച്ച് മരിച്ചു. അപ്പം there are 3 women there who are victims who are fighting for survival and they are doing a good job. അവിടെ അസൈലന്റിനെ അവരെ കീഴ്പ്പെടുത്തുന്നു. The very act of survival itself makes your statement loud and clear. See, coming back to your core topic, when you talk about forced feminism in cinema, this is I feel like filmmakers these days, whenever they get a gap, whenever they get the opportunity to do so, they place a subtle and sometimes not so subtle gender conflict inducing dialogue there, which is completely unnecessary. I also felt that it is kind of Amal Neerathinte oru style, because Amal Neerath has always relied on short punch dialogues, for let's say lack of a better word, to get things done. Sagar Elias Jackieയുടെ ഡയലോഗ് എല്ലാവർക്കും അറിയാം. ബിലാലിന് ഒരുപാട് ഡയലോഗ്സ് അറിയാം. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമ അഭിലാഷ് യുവർ ജോലി മമ്മൂട്ടി ഫാൻസിനെ ഇടയ്ക്കിരുന്ന് ഞാനത് അഭിലാഷ് മാത്രം കണ്ട സിനിമ. സാഗർ എലിയാസ് ജാക്കി കണ്ടിട്ടുള്ള താഴെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, 20ാം നൂറ്റാണ്ട് കണ്ടിട്ടുണ്ട്. 20ാം നൂറ്റാണ്ട് കണ്ടിട്ടുണ്ട്. ഒരു ഡയലോഗ് പറയാം. That is not from the original movie. ആ ഡയലോഗ് പറഞ്ഞ പോഡ്കാസ്റ്റിൽ നിനക്ക് അവസാനം എയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം യോബിന്റെ പുസ്തകത്തിലാണെങ്കിലും ശരി, അദ്ദേഹം ഇതുപോലെ ചെറിയ ഷോർട്ട് ഇമ്പാക്ട്ഫുൾ ഡയലോഗുകൾ വെച്ച് ഫോഴ്സ് ചെയ്ത് ആ സിനിമയുടെ ഒരു മാസ് അപ്പീൽ കൂട്ടാനുള്ള ഒരു സ്റ്റൈലുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ് അത്തരത്തിലുള്ള ഡയലോഗുകൾ എന്ന് പറയുന്നത്. എല്ലാ സിനിമയിലും ഇതുണ്ട്. ഈ പെർട്ടിക്കുലർ സീനിൽ ഓൾറെഡി ഒരു Do you feel like, sorry to interrupt, but do you feel like I wanted to ask you because you came up with this topic. Do you feel like this is happening widely in cinema? കാര്യം ഹോളിവുഡ് തൊട്ട് ഇവിടെ ഇപ്പൊ ഹോളിവുഡ് ബോളിവുഡ് അതിങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. Okay, but where do we draw the line between feminism that is genuine and feminism that is forced? Genuine feminism എനിക്ക് like I think I have the perfect example for that. ഇതുപോലെ തന്നെ ഒരു സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്കും one scene which is very similar with respect to the situation that the actors are in Bougainvillea is Kumbalangi Nights. അവിടെ there is a psychotic character who has 2 women at gunpoint. ഗ്രേസ് ആന്റണിയുടെ ക്യാരക്ടറും അന്നാബലിന്റെ ക്യാരക്ടറും ബേബി മോളുടെ ചേച്ചിയും ഇവർ രണ്ടുപേരും അവിടെ പെട്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഞാൻ ചേട്ടനെ പോലെ എന്ന് പറഞ്ഞ് ബേബി മോളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അവിടെ പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി വയലന്റ് ആവുന്നു. ആ ഫാമിലിയിലോട്ട് പുറത്തുനിന്ന് വന്നിട്ട് അവിടുത്തെ ഒരു പേട്രിയാർക്കിച്ച് അവൻ അവിടെ ഇരിക്കാൻ നോക്കുന്നു. ആ സിറ്റുവേഷനിൽ there is a point where ഗ്രേസ് ആന്റണിയുടെ ക്യാരക്ടർ, who is shown as a very submissive wife till that point, she steps up to the occasion and then she says, എന്ത് ടൈപ്പ് ചേച്ചിയായാലും ബേബി മോളെ ഇടാ പൊടി, എന്ത് ടൈപ്പ് ചേട്ടനായാലും സോറി. അപ്പം that is a very beautiful, very subtle example of how feminism can be incorporated, beautifully placed into a screenplay. That is very nice. അത് ക്യാരക്ടർ ഓഫ് ക്യാരക്ടർ അല്ല. അപ്പോഴും ഗ്രേസ് ആന്റണി പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കാൻ ചെറുതായിട്ട് മടിക്കുന്നുണ്ട്. ചെറിയൊരു വെപ്രാളുണ്ട് അത് പറയുമ്പോഴത്തേക്ക്. ആദ്യമായിട്ട് തന്റെ ഭർത്താവിനെ സംസാരിക്കുകയാണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. There is nothing about it which stands out of the context. അല്ലെ, ആ കോണ്ടെക്സ്റ്റിനെ ക്ലാഷ് ആവുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പെർഫോമൻസ് അവിടെ ഇല്ല. അത് ഭയങ്കര അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത് തിയേറ്ററിൽ കൈയടി എല്ലാം കിട്ടി. അവിടെ സ്ലോ മോഷനുകളില്ല, BGMന്റെ ഹെവിനെസ് ഇല്ല. പക്ഷെ ആ സീൻ ഇസ് സോ പവർഫുൾ. ഇറ്റ് ഇസ് വെരി സട്ടിൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഒരു ക്യാരക്ടറിന്റെ ട്രാൻസിഷനിലേക്ക് ഇയാളെ പ്രശ്നമാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പക്ഷെ ഈ കറന്റ് സിനാരിയോസിൽ ഫെമിനിസം അല്ലെങ്കിൽ ഒരു തരം എംപവർമെന്റ് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി റിയൽ ലൈഫ് ഫാക്ട്സ് വളച്ചൊടിക്കുന്നത് ലൈക്ക് ഗുഞ്ചൻ സക്സേന. ഗുഞ്ചൻ സക്സേന definitely a good example. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ ആക്ച്വലി കാണിച്ചിരിക്കുന്നത് എന്താ പറയാ, ലൈക്ക് ഇവരുടെ സോർട്ടീസിൽ മെയിൽ പൈലറ്റ്സ് ആരും they show male air force officers as very uncooperative towards a female helicopter pilot, and she having to face a lot of reverse discrimination too. Can't you take dramatic freedom in film as a filmmaker? But not when you take a biopic. If I want to take that, if I want to like probably let's say show an opposing force in a movie, so I feel like definitely you can, but 3 things. See, Gunjan Saxena is first of all Indian military history oru
milestone ആണ്. Secondly, when you so if you watch the movie, you'll understand that in that entire movie they show her majority of her male co-pilots as people who want to drink and party and are completely uncooperative with her. You are tainting the name of a force when you portray people like that. No supportive male characters. There is only one supportive male character. And thirdly, I think Gunjan Saxena herself had come out and issued a statement saying that the movie was wildly fictionalized. That she did not. So in the movie, it's shown that she's flying sortie helicopters, like doing evac operations over active war zones in Kargil, I feel. But I don't think that is what happened in real life. She was a helicopter pilot. She was in active duty during the Kargil war. But then I don't think she ever participated. She ever flew a helicopter into a war zone for evac missions. I feel like at some point I've read an interview where she herself clarifies that. So when you take when you have something that is fact and then you add, see, Abhilash പറഞ്ഞ പോലെ, you can always add masala to fact in order to make it a better fictionalized version. Since I've not seen the film, Arshi, I'm just asking for clarification. Like, for Gunjan Saxena cinema, is that done for the elevation of the character, or is that done for, say, let's say, for sake of the topic, for the elevation of feminism? I think both the character arc in that film and the arc where it is like a feministic story is the same. So they wanted, say, they could have easily shown a character who aspires to be a helicopter pilot, and at that time being a pilot in the Air Force itself is a very difficult task. അപ്പോൾ ആ ഡിഫിക്കൽട്ടി തരണം ചെയ്ത് പോകുന്ന ആ ഒരു ജേർണി കാണിക്കുന്നതിന് പകരം they had to bring in a bunch of multitude of male co-workers who are unsupportive. And if you go watch the movie, you will see that Air Force basically after one point of time these pilots are drinking and dancing and completely alienating her. Junior officers. Yeah, they're alienating her. They wouldn't give her Actually Air Forceലൊക്കെ ഒരു ജൂനിയർ ഓഫീസർ ജെൻഡർ എന്തായിക്കോട്ടെ ഒരു സീനിയർ ഓഫീസറിനെ സല്യൂട്ട് ചെയ്യില്ലെങ്കിൽ അത് വലിയ പ്രശ്നമല്ലേ? It's a chargeable offense, definitely. അങ്ങനെ ഇത് എംപവർമെന്റ് there is a point in the movie where they don't give her a separate changing area because when she wants to change. See, I don't think a lot of systems in our country is very absolutely ഒരു rotten state lana, but I feel like the defense is one aspect of our country which runs in a very dignified manner. And I feel like when we portray defense personnel, we should have a certain respect, otherwise we should be adherent to the fact. We should not like disgrace our defense personnel because we want our storyline to fit into a particular narrative. ഇതിൽ പ്രത്യേകിച്ച് ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ഫാക്ട്സ് ആയിട്ട് പറയാനൊന്നുമില്ല. അത് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് അതിൽ ഒരു Okay, sorry to interrupt, but why do you think they bring forced feminism into movies? Why do you think? I believe like ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവില് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അതിങ്ങനെ ഒരു ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അപ്ലിഫ്റ്റ്മെന്റ് കാണുന്നത് ആൾക്കാർക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ, സോറി ചെയ്തത്, പക്ഷെ ഡിസബിലിറ്റി ഉള്ള ഒരാള് മേളിലേക്ക് കയറി വരുന്ന കഥകൾ. Definitely, see, movies. I'll tell you from a very artistic standpoint, like all throughout history, എന്ത് ആർട്ട് ഫോം എടുത്തോട്ടെ, സിനിമ ആയിക്കോട്ടെ, അതിന് മുൻപ് വന്ന നാടകങ്ങളായിക്കോട്ടെ, പെയിന്റിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, art forms have always been a tool with which people propagated new ideas, new ideals, new philosophies, new ideologies. Just like that, feminism is something which has existed like since a very long time right now, and it has evolved into a lot into something that has rejuvenated right now. Rejuvenation in a good way or a bad way. I think spread its tentacles. So tentacles or wings എന്നുള്ളത് നമുക്ക് ചർച്ചയുടെ അവസാനം ഒരു കൺക്ലൂഷനിലെത്താം. പക്ഷേ at the end of the day, there has always been art forms which associated itself with various movements. It is only natural that feminism also finds its way in the cinema. Definitely. Because you need such art forms and you need such mass communication tools to propagate new ideas. ഒരു കാലത്ത് കേരളത്തില് ഈ പറയുന്ന പോലെ I do understand. So what you're trying to say is we had communist themed dramas like KPSC. So every political movement in society will find its foray or will find its reflection into films. അല്ല, ഞാൻ കേട്ടിട്ടുള്ള സാധനം കോൺസ്പിറസി തിയറി ആണെന്ന് തോന്നുന്നു. ഈ അന്നത്തെ നമുക്ക് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളത്തിൽ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പ്രോപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ USSR ഗവൺമെന്റ് അവിടുന്ന് ബുക്സും പാംപ്ലെറ്റ്സും ഒക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് കോൺസ്പിറസി ആവാൻ സാധ്യതയില്ല. First of all, we are going off topic, but I'll tell you what because Kerala became pre-independence time though communist parties all over the world were in contact. So the Communist Party of Cuba, Russia, China were all in contact with the Communist Party of India. So Kerala became famous
famous because gained global attention because it was the first democratically elected communist government, and this was a big surprise or a big matter of pride for global communists, because to the whole world it was a little fearful because they feared communism at that point. Global communist parties, it was a matter of pride because they always felt like communism was something that could be attained only through armed revolution, like it happened in Russia or China. So obviously a lot of foreign propaganda, communism is a global ideal, so obviously a lot of foreign propaganda did find its way into Kerala. അല്ല, ചോദിച്ചെന്നുള്ളൂ, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വരുമ്പോഴത്തേക്കും ചോദിക്കണല്ലോ. ഞാനിത് ആക്ച്വലി വായിച്ചിട്ട് ഭയങ്കര ആസ്റ്റോണിഷ്ഡ് ആയിപ്പോയി. കാര്യം അത്രയും പുറകിൽ നിന്ന് തന്നെ ഐഡിയാസ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി കമ്മ്യൂണിസം പോലത്തെ ഐഡിയ പ്രോപ്പഗേറ്റ് ചെയ്യാൻ ഇത്തരം ഒരു വഴി സ്വീകരിച്ചെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷിന് നേരത്തെ പറഞ്ഞ പോലെ സിനിമകളിൽ പുതിയ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ എന്താ പറയുക, സിനിമകൾ ഉപയോഗിക്കുകയും അങ്ങനെ ഇപ്പോൾ ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ? ലൈക്ക് പീപ്പിൾ ആർ നോട്ട് ലൈക്ക് വെരി ഇൻ ടച്ച് വിത്ത് ഫെമിനിസം. മനസ്സിലായില്ല എനിക്ക് ചോദ്യം. അല്ല, ഇൻ ജനറൽ ലൈക്ക് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്നതിന്റെ കൂടെ നമുക്ക് അനിമൽ പോലത്തെ സിനിമകൾ ലൈക്ക് ടോട്ടലി അഗൈൻസ്റ്റ് ഫെമിനിസ്റ്റിക് ഐഡിയോളജീസ് അല്ലെങ്കിൽ സ്ത്രീകളെ മിസ്ട്രീറ്റ് ചെയ്യുന്നൊരു സിനിമയാണെന്ന് ലേബൽ ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കായിട്ട് ചോദിക്കുകയാണ്, അനിമലിനെ പറ്റിയാണോ സംസാരിക്കുന്നത്? അല്ല, ഞാൻ അനിമലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആർട്ട് ഫോർ ആർട്ട് സേക്ക് തന്നെ ആയിട്ട് കണ്ടൂടെ? Okay, I think the problem here is that there is a very big tendency, especially in India. To be honest, India മാത്രമല്ല, ഞാൻ അടച്ച് ഇന്ത്യയെ മാത്രം ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. There is a tendency where we tend to read everything, especially things with film, politically. A filmmaker can express himself, അല്ലെങ്കിൽ a filmmaker can make a movie without expressing a political statement. ഇപ്പം നാളെ ഞാനൊരു സിനിമ ഉണ്ടാക്കുന്നു, എൻ്റെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് എൻ്റെ മനസ്സിൽ വന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയാവാം, അങ്ങനെയാവാം, XY or Z ആവാം. ദാറ്റ് അവർ മൂന്നുപേരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും വേറെ പല ABC സിനാറിയോസ് ഉണ്ടാവാം. ഈ സിനാറിയോസും ഈ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടറൈസേഷനും കണ്ടിട്ട് അത് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കും, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള റിയാക്ഷൻ ആകത്തില്ല. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള റിയാക്ഷൻ തന്നെ ആയിരിക്കും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം ട്രൈങ് ടു മേക്ക് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ദാറ്റ് ഐ എം ട്രൈങ് ടു ഫോഴ്സ് ആൻ ഐഡിയോളജി വിച്ച് ഐ ബിലീവ് ഓൺ യു. I mean, it is very much an honest fact that there are filmmakers who use it for political ideology propagation, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ബിലീഫ്സ് ആൾക്കാരോട് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. പക്ഷേ നോട്ട് ഓൾ ഫിലിംമേക്കേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. സം പീപ്പിൾ ആർ ജസ്റ്റ് ട്രൈങ് ടു ടെൽ എ വെരി ഡ്രമാറ്റിക് അല്ലെങ്കിൽ വെരി ഡീസൻറ്റ് സ്റ്റോറി. എല്ലാവരും ഒരുപക്ഷെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. എല്ലാവരും സമൂഹ തിന്മകളുടെ ഉന്മൂലനത്തിന് വേണ്ടി സിനിമ ചെയ്യുന്നവരായിരിക്കത്തില്ല. There are some people who are trying to tell a harmless story. ഇതിന്റെ പൊളിറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ വരുന്നത് is when you put it out there to millions of people. But that is the point of art. Art itself is the beauty of art, that the subject to interpretation ആണ്. അത് കാണുന്ന ആൾക്കാർക്ക് കണ്ണിലാണ് ഒരു ആർട്ട് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടണം. So you can make the most innocent movie out there. Like for instance, let's say, because you said Animal, let's say that Animal did not have any significant just socio-political or gender equations നെ പറ്റി ഒരു കമന്ററി ഇല്ലാത്ത സിനിമയാണെന്ന് വിചാരിക്കുക. അത് അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത സിനിമ ആയിരിക്കില്ല. പക്ഷെ അത് ഒരു ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഓഡിയൻസിന്റെ വ്യൂയിങ് ലെൻസ് കൊണ്ട് നോക്കുമ്പോൾ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി വ്യൂ ദാറ്റ് മൂവി ആൻഡ് ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഓഫ് ഇറ്റ്. ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ സീ ദ മൂവി വാസ് എ ഫിനാൻഷ്യൽ blockbuster, right? Yeah. So and it was considered one of the biggest movies of the year. So financially the movie is a success. Now you have a lot of people who think that the movie is problematic, that it has abuse. I personally did not find it problematic to the if a political person looks at the movie, they will see political issues with the movie. If a feminist looks at the movie, I mean, of course there is no such thing as a feminist by default. Ellaavarum feminist ആയിരിക്കണം അതിന്റെ definition. Either you are a feminist or a misogynist എന്നല്ലേ? അല്ല, I don't think so. What do you mean? Let's not debate. അല്ല, one second. What do you mean by either you're a feminist or a misogynist? അല്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കോട്ട് കേട്ടിട്ടുണ്ട്, either you are a feminist or a misogynist എന്നൊരു കോട്ട് കേട്ടിട്ടുണ്ട്. I think you can tread a middle path where you're neither. Exactly. By words, this is something which has been talked about a lot, which is why I don't want us to ponder that. Okay. Just to clarify things, feminism is the natural order of things. There need not be even a word to probably describe what it is. Okay. Feminism is treating women as equal. Treating both the genders as equal. That is what feminism is. Okay. Feminism ഒരു വാക്കിന്റെ ആവശ്യമുണ്ടോ അതിന്? ഇല്ല, I think again that natural order of what feminism, I think we're getting into the core topic. Natural order of what feminism stands for or used to represent has evolved so much over the years. Are you think no, you're not? No, I'm not a feminist. And also, I don't like in the current I'll explain. In 2024,
what feminism means in conventional media and what feminism represents, I'm not that. True that. Very, very good. I am absolutely not adherent to any of those principles. I believe in the traditional family value system. I believe in the traditional structure of the Indian family, and in that family, the modern feministic agenda is something that is against what I believe in. I think you're taking a very aggressive take on the matter. The thing is, that is the truth. Feminism has turned into an extremist movement. ഒരു വളരെ എക്സ്ട്രീംസിൽ മാത്രം വിശ്വസിക്കുന്ന, അതായത് മിസോജിനിയെ പറ്റി പല തവണയും സംസാരിക്കുമ്പോൾ സമൂഹത്തിലുള്ള മിസാൻഡ്രിയെ പറ്റി അധികം സംസാരിക്കുന്നില്ല. ഏതായാലും എല്ലാ പോഡ്കാസ്റ്റിലും ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടാണ്. മിസാൻഡ്രിയെ പറ്റി എന്ന് സംസാരിക്കുന്നത് so that's the thing. Feminism has gone on to represent a lot of extreme ideologies. See, I'll tell you something. I'll break it down to you. Left എന്ന് പറയുന്നത് ഒരു ഐഡിയോളജി അല്ലേ? ലെഫ്റ്റിനകത്ത് തന്നെ there is ഒരു വലിയ സ്പെക്ട്രം ആണ്. There is moderate left ഉണ്ട്, there is center left ഉണ്ട്, there is right leaning left ഉണ്ട്, then there is extreme radical left ഉണ്ട്. So your local local party secretary ആളും ലെഫ്റ്റ് ആണ്. കൺവെൻഷനലി ഇൻ ദ ട്രഡീഷണൽ മാനർ ഓഫ് സ്പീക്കിംഗ് ഒരു മാവോയിസ്റ്റും ലെഫ്റ്റിസ്റ്റ് ആണ്, ഒരു നക്സലൈറ്റ് ഒരു ലെഫ്റ്റിസ്റ്റ് ആണ്. Just because you are a member of ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി does not mean that you are a Naxal or a Maoist, because you do not believe in the extreme version of what that represents. Very good analogy. In 2024, in our current day and age, what feminism has grown to represent, I'm not talking about Kerala or India, in a global scale, in a globalized world, what feminism represents is something that I believe is against my traditional value system. So I do not support it. But that does not mean that I do not treat women as equals. It does not mean that I deny women their basic rights of equality. None of that. None of those things. I believe in those things. I would be a caveman if I didn't believe those things. I just wanted to clarify that. I speak for both of us when we say that it is the tag that we have a problem with. To exist, being labeled as a feminist. To exist as humans in this society is what feminism stands for. Okay. Such a state of being does not deserve a tag such as feminism. അതാണ് കാര്യം. ഒരു ടാഗിന്റെ ആവശ്യമില്ല. ഇല്ല. ഇത് നമ്മൾ സിനിമകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അനിമലിനെ പറ്റി സംസാരിച്ചു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പല സിനിമകളിലും ഇപ്പൊ ഈ ഫെമിനിസ്റ്റ് ലേബൽ ഇല്ലെങ്കിലും പല സിനിമകളിലും പല ആളുകളും പറഞ്ഞ ഡയലോഗുകൾ വളരെ problematic ആണ്. I wanted to ask you something because you brought up animal and I think we're going to finish the question. I think I was getting into a question. What is the question again? അല്ല, അത് പല സിനിമകളിലും പല ആളുകളും പറഞ്ഞ അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളും പറഞ്ഞ ഡയലോഗുകൾ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അവര് ഒരു എന്താ പറയാ ഒരു സർട്ടൺ ജെൻഡറിൽ പെടുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആൾക്കാരത് കണ്ടില്ല എന്നടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ ഇത് മാത്തന്റെ പടം മായാനദി സിനിമയില് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നുള്ളൊരു ഡയലോഗില് അതിപ്പോ ഒരു റോൾഡ് റിവേഴ്സൽ സിനാരിയോയിലായിരുന്നെങ്കിൽ യുനോ ലൈക്ക് എന്തൊക്കെ ബഹളമായിരുന്നു. വിവാഹ വാഗ്ദാനം നടത്തി പീഡനം. That is a very interesting take. I think in legal terminology that is obtaining consent under false pretenses, which comes under rape. But that is once again the beauty of art. I think that is hypocrisy. That is not hypocrisy. That is hypocrisy. Statement alle hypocrisy. When ഞാൻ പറഞ്ഞുതരാം. Let me present my point of view here first. കാരണം at the end of the day, a filmmaker is allowed to make a character X. I'm not talking about the filmmaker. I'm not talking about the filmmaker's hypocrisy. I'm talking about social hypocrisy. Society-ക്ക് ഒരു hypocrisy ഉണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും എക്സ് ആണും വൈ പെണ്ണും ആണെങ്കിൽ എക്സ് വൈനോട് ഒരു ഡയലോഗ് പറയുമ്പോൾ അത് ഓക്കെ ആവുകയും വൈ എക്സിനോട് അത് തിരിച്ചു പറയുമ്പോൾ അത് നോട്ട് ഓക്കെ ആവുകയും അത് സൊസൈറ്റിയുടെ hypocrisy ആണ്. അല്ല, ഇത് ഒരുപാട് കൈയടി വാങ്ങിയ ഒരു ഡയലോഗ് ആയിരുന്നു. ഇത് ഡയലോഗ് തിയേറ്ററിൽ കഴിഞ്ഞു. Exactly. See, I'll tell you something. First of all, sex is not a promise. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. And പക്ഷെ somehow a man saying that is considered immediately the man gets the tag of somebody who uses women, who is a player, he is a fuckboy. You can call him a lot of names. But when a woman says that she's a liberated woman who is in charge of her desires and who is sexually liberated and who is independent and is focused on her career. So let me present an alternate take on it. How many times can you see, at least in Malayalam cinema, women saying a statement as bold as that? So that is where the change starts. I will tell you an alternate statement. No, I will ask you. Let me just complete what I'm saying. For example, in cinema, there has to be women also who would make bold statements. ഒരുപാട് കാലത്ത് കാലാകാലങ്ങളായിട്ട് ഇപ്പൊ മലയാള സിനിമയ്ക്ക് എത്ര ഏകദേശം Abhilash, my issue is not ഒരു സെക്കൻഡ് 100 കൊല്ലം അടുപ്പിച്ചുള്ള ചരിത്രമല്ലേ ഈ 100 കൊല്ലം അടുപ്പിച്ചുള്ള ചരിത്രത്തിൽ എത്ര വനിതാ ക്യാരക്ടർ അല്ലെങ്കിൽ എത്ര സിനിമ നടിമാർ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടിമാരെന്ന് വിളിക്കില്ലേ വെരി ഫ്യൂ അത് വേറെ എത്ര പേര് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്
statement പറഞ്ഞിട്ടുണ്ട്. So it's a change for women to come on screen and talk about such things such as sex and about their dreams and everything. It is something which is a change which has started in the society. Yeah, what were you trying to say? I feel like female sexuality has been discussed in Malayalam cinema. It's not like so many films. തൂവാനത്തുമ്പികളല്ല, പത്മരാജന്റെ ഒരുപാട് സിനിമകളുണ്ട്, KG ജോർജിന്റെ സിനിമകളുണ്ട്. I think പറയുമ്പോൾ അർഷി നീ തന്നെ അറിയാതെ എണ്ണുന്നുണ്ട്. But all these films are considered to be classics as well. Classics ആണ്, പക്ഷേ see, I'm talking about quantity. At the end of the day, if there are like 100 films coming out in Malayalam on an annual basis, movies which talk about men's dreams, അല്ലെങ്കിൽ men and their sexual roles in society, they are a majority. On an ideal scenario, it should be 50-50, അല്ലെങ്കിൽ somewhere along the same lines. So to be honest, Mayanadi was probably the only film, at least that came out that year, and probably in the 2-3 years before and after combined. Okay, I wanted to ask you a question. So in maybe I don't know the answer to this question, or I'm not sure if this actually exists. But can you show me a film that's happened in recent times, or a film that's happened in probably like the past 15 years, where something like this particular dialogue is said by a man, or let's say a man's sexual preferences or a man's sexuality is discussed, not in a sleazy way, but in a way that's befitting to his character and his personality? Give me till the course of the entire podcast to come up with a few examples. Okay. I'll tell you because whenever a male sexuality is portrayed, and male sexuality is portrayed, I'm not saying it's not, it's portrayed in a very crass way. It is not portrayed in a classy way. Either you make substandard double meaning jokes, vulgar ആണെന്ന് തോന്നുന്നു. you make it a very vulgar, ഭയങ്കര, let's say a lot of Mohanlal movies have come out in the early 2000s with extreme vulgar double meaning jokes, and that is the only way male sexuality is portrayed. Male sexuality is never portrayed in the way that it actually, male sexuality is deeply rooted in his character. One second, since you quoted Mohanlal and since you are a very big fan of Mammootty, I'm talking about movies like Okay, yes. One second, very recent, yes. But again, male sexuality is deeply rooted in his character, in his and sexuality is something that fits into the larger tapestry of your life. But idinathu nobody gives a very realistic take on male sexuality. But Kadal is an exception because first of all, it talks about homosexuality. A man is in an asexual marriage with a female, and he's a homosexual. So it's I don't think it talks about conventional mainstream heterosexual relationships. But how many male characters do we have that talk about? There are movies, Arshi, to be honest. സംസാരിക്കുന്നവരും ഓർമ്മ വരുന്നുണ്ട്. There was a very blockbuster, ഓണം സമയത്ത് ഇറങ്ങിയ മോഹൻലാലിന്റെ blockbuster ഉണ്ട്, മുന്തിരി വിളികൾ തളർക്കുമ്പോൾ. It was a family movie at the end of the day. So explicitly anybody സംസാരിച്ചില്ലെങ്കിൽ പോലും, it was about a man who was going through a midlife crisis who wanted to rekindle his physical equation and his physical chemistry with his wife. But I think that talks about both sides. Once again, അത്തരം സിനിമകൾ മെയിൻസ്ട്രീം അക്സെപ്റ്റൻസും ഫാമിലി വരെ കയറി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ I think that movie, the whole aspect of it being a sexual thing as well was deeply dialed down because they wanted to make it a family movie. So they kind of made it about they rekindling their romance, and it was also a very bilateral thing because I feel that in that movie the female equivalent of Mohanlal, I think Meena Alle. She was also given a lot of importance in that film, and her angle was also discussed deeply. But at the end of the story did because through the main obviously Mohanlal വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ film എടുത്തു കഴിഞ്ഞാൽ it will progress through him. You can't take a film with Mohanlal and then expect it to progress. Back to forced feminism in cinema. Yes, exactly. Okay. Okay, so one point that I actually wanted to present was the fact that in Indian cinema ഈ കൺസേൺ തോന്നിയിട്ടില്ല, ഹോളിവുഡ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്കെയിലിൽ തോന്നിയിട്ടില്ല. പക്ഷേ ഹോളിവുഡ് തോന്നിയിട്ടില്ലേ? ഞാൻ പറയാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തെ പറ്റി, ഫീമെയിൽ ഡ്രിവൻ സിനിമാസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ നടിമാർ സെൻട്രൽ ക്യാരക്ടറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പ്ലോട്ട് സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ എത്ര എണ്ണം മലയാള സിനിമയിൽ വരുന്നുണ്ട്. ആൻഡ് ഹൗ ഹാർഡ് ഇസ് ഇറ്റ് ഫോർ ഫിലിം മേക്കേഴ്സ് ടു ഗെറ്റ് സച്ച് എ മൂവി മെയ്ഡ് ഇഫ് യു ഡോണ്ട് ഹാവ് എ സാറ്റലൈറ്റ് വർത്തി സ്റ്റാർ ഹു ഇസ് എ മെയിൽ സ്റ്റാർ അറ്റാച്ച്ഡ് ഇൻ ദ മൂവി? എത്ര സിനിമകളുണ്ട്? Which is the actual question, അല്ലേ? കുറവായിരിക്കും. അവിടെയൊക്കെയാണ് ആക്ച്വലി ഫെമിനിസം. What are you driving at, like the lack of a female superstar? I want to point the finger to the audience of Malayalam cinema. How many people would walk into a theater if they see that the movie is driven by a female, അല്ലെങ്കിൽ a female character, അല്ലെങ്കിൽ a female star?
I think that is what is reflected in the satellite rates ആണെങ്കിലും ഈ പറയുന്ന പോലെ OTT distribution സ്റ്റാറിന് ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ, പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആക്ച്വലി അങ്ങനത്തെ സ്റ്റാർസ് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയാം, മൈനോറിറ്റി ആകുമ്പോഴാണ് പ്രശ്നം. മൈനോറിറ്റി അങ്ങനത്തെ എന്റെ കോൺസെപ്റ്റ് ഇസ് ആബ്സല്യൂട്ട്ലി അഗൈൻസ്റ്റ് സ്റ്റാർസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പണ്ട് പൃഥ്വിരാജ് ചോദിച്ചാൽ ഹോളിവുഡിൽ ആരാണ് സൂപ്പർ സ്റ്റാർ? പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് എ മൂവി is getting good reviews, it should pull people into the cinemas and it should actually get enough screens. Initial സ്ത്രീകളെ വെച്ചുള്ള മാസ് മസാല എന്റർടൈനേഴ്സ് വളരെയധികം ശ്രദ്ധ ലഭിക്കുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. മലയാളത്തിൽ പറയും. മലയാളത്തിൽ ബോളിവുഡിലെ പ്രശ്നമില്ല, ഹോളിവുഡ് പ്രശ്നം, മലയാളത്തിലാണ് പറയുന്നത്. മലയാളത്തിൽ പറയും. ഇല്ല, രതി നിർവേദം, മാസ് മസാല. ഇല്ല, മാസ് മസാല നിർവേദം അതിന്റെ റീ റിലീസിന്റെ സമയത്താലും ആദ്യ കാലങ്ങളിലായാലും അങ്ങനെ തിയേറ്ററിലോട്ട് ആൾ ഇടിച്ചു കയറുന്ന ഒരു പ്രവാഹം ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ആധികാരികമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു കേട്ടൊരു സാധനമാണ്. ഞാൻ വർഷം റീസെന്റ് കാണാൻ പോയ സിനിമയാണ് ജിഗ്ര. ആലിയ ഭട്ടിന്റെ സിനിമയാണ്. ഇറ്റ് വാസ് മാർക്കറ്റഡ് ആസ് എൻ ആക്ഷൻ മൂവി. എനിക്കതിൽ വളരെ ആക്ഷൻ അവസാനത്തിൽ 20 മിനിറ്റ് ഉണ്ട്, അത് ഒരു ആക്ഷന്റെ ബിൽഡപ്പ് ആണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജിഗ്ര വാസ് എ വെരി ഹൈ ബഡ്ജറ്റ് മൂവി, ഷോട്ട് ഔട്ട്സൈഡ് ഇന്ത്യ. ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്, ഇഫ് ഐ എം റൈറ്റ്, ഡയറക്ടഡ് ബൈ വസൻ ബാല, ഹു ഇസ് എ വെരി സെലിബ്രേറ്റഡ് ഡയറക്ടർ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആലിയ ഭട്ടിന്റെ പേരും ആ സിനിമയുടെ മാർക്കറ്റിംഗ് വാസ് ഇനഫ് ടു പുൾ പീപ്പിൾ ടു ദ തിയേറ്റേഴ്സ്. ദ മൂവി ഈസ് ഡൂയിങ് ബാഡ് ബിക്കോസ് മൂവി വാസ് ഇൻ ദാറ്റ് എൻഗേജിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ദ മൂവി ഈസ് ഡൂയിങ് ഓക്കെ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദാറ്റ് മൂവി ഗോട്ട് മെയ്ഡ്. ഇവിടെ എനിക്ക് നാളെ ഒരു ആക്ഷൻ പടം ഒരു ഫീമെയിൽ സ്റ്റാറിനെ വെച്ച് എടുക്കണം എന്ന് തോന്നിയാൽ വുഡ് ദി ഓഡിയൻസ് കം ഇൻ ടു ദ തിയേറ്റേഴ്സ്? അറ്റ്ലീസ്റ്റ് ഇനിഷ്യലി ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മാസം ഓടി കഴിയുമ്പോഴത്തേക്കും പറഞ്ഞും കേട്ട് പറഞ്ഞ ആൾക്കാർ വരുമായിരിക്കും. ഹൗ മെനി സ്ക്രീൻസ് വുഡ് ഇറ്റ് ഗെറ്റ് ഓൺ എ ഫസ്റ്റ് ഡേ? That is the thing. But I want to ask something. Correct. Okay, there are so many things that I want to ask. I'll one by one ആയിട്ട് പറയാം. First of all, I feel like conventional mass consumption or storylines are usually male centric. And that is not an issue with cinema. If you look at literature, let's start from Iliad, Odyssey, Mahabharatam, Ramayanam, അങ്ങനെ പുരാണ കാലം തൊട്ടുള്ള ലിറ്ററേച്ചറിൽ ഒരു മെജോറിറ്റി ഓഫ് ദ ലിറ്ററേച്ചർ ഹാസ് ബിൻ മെയിൽ സെൻട്രിക്. ഇഫ് യു ലുക്ക് അറ്റ് ബുക്സ് ഓൾസോ ഇറ്റ്സ് മെയിൽ സെൻട്രിക്. ഫിലിംസ് ഓൾസോ ഹാവ് ബിൻ മെയിൽ സെൻട്രിക്. എന്ത് പറ്റിയടാ ചിരിക്കുന്നത്? ഇല്ലല്ലോ, നീ ചിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ചിരിക്കല്ലേ, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാം. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, നമ്മൾ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ ഫിലിമിന്റെ ഒരു ഗ്രാൻഡ് ടെംപ്ലേറ്റ് ഇസ് യൂഷ്വലി ഡിസൈൻഡ് വിത്ത് a male centric role. And if you talk about Hollywood, okay, and you obviously you talked about Bollywood. ഹോളിവുഡിലാണെങ്കിലും the greatest movie franchises are all male centric. Once again, let me speak. But the James Bond relevance ആണ്. With that said, Arshi ഇപ്പോ പറഞ്ഞ പുരാണങ്ങളെ എല്ലാം ടച്ച് ചെയ്തു, that is true. പക്ഷേ in modern day pop culture, modern day literature and modern day cinema, there are women centric stories which can drive people to the theaters. A lot of superhero stories. But I feel like I'll come to that. I'll come to all the greatest movie franchises, even in Hollywood, which definitely Hollywood gets a lot more of female centric films than male centric films, than Indian and Malayali counterparts. But even in Hollywood, you look at the greatest, most money making franchises, they're all male centric. The Fast and Furious, our car ഓടിച്ച് സ്പേസിൽ പോയ that movie series. James Bond, probably the longest running movie series. അതിനകത്ത് it's so misogynistic that there is a different Bond girl for every Bond movie. Even Marvel, to that extent, they have all the main characters are probably male and one or two female characters to balance out the equation is probably there. Indiana Jones is a male centric character. അപ്പം all the big money making franchises are still male centric in most of what is considered to be global cinema. Indialanagilum same equation is the same. All the big budget 1,000 crore 1,500 crore movies are all male centric cinema, and where female superstars are nothing but adjutants in the script. The issue is, even though that you can make movies with women in the center, the movies are not being made because at an inception level it is people don't want to do it. Correct, exactly. You're saying that filmmakers don't want to make. Yes. That is because filmmakers are to a great extent motivated by their desire for financial success. See, Arshi, what you said is very true, 100% true. The fact that most movies which make money around the world globally, most action franchises are male based.
പക്ഷെ at the same time I feel like action franchises are have more authenticity when it's male based. that is so not true, because if you place a proper character in a proper context with the proper cast member, we can prove you wrong. You take all these superhero movies, a person like Gal Gadot playing Wonder Woman will make for a very good action movie. Okay. You get somebody like Angelina Jolie to play Lara Croft, yeah. that makes a very good action movie. You take somebody like Uma Thurman to make a Kill Bill, that makes for a industry changing 3-parter action movie, where people's norms about how a female centric movie should be made and oru norm thanne break cheyyunna oru cinema aittu maarum. Appo I'm just saying, Why do you think it doesn't get made in Kerala? I don't know, it's Kerala മാത്രമാണ്. I don't think there are good actresses here, by the way. ആക്ഷൻ സെൻട്രിക് പടമാണ്. അവിടെ ഒരു ഭയങ്കര കൺസേൺ ഉണ്ട്. ലൈക്ക് ഐ വാസ് വാച്ചിങ് ദിസ് മൂവി അതിരൻ, അതിന്റെ ചില സീൻസ് ഉണ്ട്. സായി പല്ലവിയുടെ ക്യാരക്ടർ കളറിയൊക്കെ ചെയ്യുന്ന സീൻ. വൈ നോട്ട് മേക്ക് an action movie with Sai Pallavi? She's a big enough name, right? And she's somebody who is very very physically capable to pull off such People won't watch stunts. People won't watch it, but this is Why do people don't want to watch it? Which brings me to the point as to why we should blame the audience. Why do people don't want to watch it? I honestly don't know. Does that is that ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ്, എൻ്റെ അഭിപ്രായമല്ല. Can we just call out the fact that we are living in a patriarchal society? അതുകൊണ്ടാണോ? Yeah, probably that. അതുകൊണ്ട് തന്നെ ആയിരിക്കും. Do we all agree on something for a change? Yeah, and I think I ചില കാര്യങ്ങളൊക്കെ personally, from patriarchy a by purely product entertaining, cancel me for this, but from a purely entertaining perspective, I would not. കുഴപ്പമില്ല, എനിക്ക് റേഷൻ കാർഡിൽ പേരൊക്കെ ഉണ്ട്, പ്രശ്നമില്ല, റേഷനറി ഉണ്ട്. As an audience member, I rarely find female-centric action movies, action genre female-centric films. I don't find it particularly entertaining unless it is crafted in a way that is അത് ആ ഒരു വളരെ മെറ്റിക്കുലസ് ആയിട്ട്. നമുക്ക് ആക്ച്വലി 90s അങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് ആക്ഷൻ മൂവീസ് വന്നിട്ടില്ല. ലൈക്ക് തെലുങ്കിലൊക്കെ വിജയ് ശാന്തിയെ ഹീറോനാക്കിയിട്ട്, പിന്നെ ഇതിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോ വാണി വിശ്വനാഥ്, അത് ഒരു പടം ഹിറ്റായി, ബാക്കിയെല്ലാം ഫ്ലോപ്പായി. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം, പക്ഷെ അത് ഈ സബ്സ്റ്റാൻഡേർഡ് മേക്കിംഗ് കൂടി കൊണ്ട് 90s പോകണ്ട. എനിക്ക് നയൻതാരയെ വെച്ച് തമിഴില് ഇമേഗൻ നൊടികൾ അടിപൊളി പടം. അനുരാഗ് കശ്യപ് ആക്ട് ചെയ്ത സിനിമയാണ്. With the proper characterization, with the proper actor in the front, even mass masala female movies will work. Adu globally adinte examples undu, nationally adinte examples undu. But I generally feel, sorry to interrupt, but idoru again controversial statement. I feel like oru 90% of actresses in current Malayalam industry are pretty untalented. Yeah. In what way? 90% എന്ന് പറഞ്ഞാൽ നന്നായി. So if any Malayalam actors are watching this, believe that you belong to the 10%. Yeah. അല്ല, ഞാൻ ചോദിക്കുന്നത് substantiate your argument. ഞാൻ വൈന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് നമ്മൾ വളരെ ടാലന്റിന്റെ അബണ്ടൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി അല്ലേ മലയാളം ഫിലിം No, not necessarily. I feel like there are a lot of really good actresses. Yeah, sure. ആവശ്യമില്ല പറഞ്ഞ അല്ല, Names drop ചെയ്താൽ എന്താ കുഴപ്പം? പറഞ്ഞു. I do feel like there are talented names. I'm not saying that everybody's untalented. There are really talented people in this decade and generation. There are, absolutely. Pakshe, they are a minority. You find scores and scores of Malayalam actresses, so-called upcoming actresses, who when you scroll Insta, kore spam aayittu namukku kore interview reels okke varum. So apparently when you look at it, apparently these people have acted in some movie. And then you find how they conduct themselves in the interview, and you happen to chance upon the movie that they watched, you find them absolutely unimpressive. So now the criteria to become an actress is apparently becoming popular on Instagram, or somehow having some collabs or something. You somehow get into an acting opportunity. Actors are also coming into Malayalam films like that. Like for example, Romanjan എന്ന് പറയുന്ന സിനിമ, Anantharaman was a very all of them did really did. Exactly. All of them did really well. Yeah, exactly. There are so many. No, I'm saying, പക്ഷേ ഇപ്പം ഈ രോമാഞ്ചം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ their entire cast, I think most of the main അല്ലാത്ത most of the people, they used to do acting oriented content on Instagram, and their acting content on Instagram was really good. That's how these people successively I really like this guy called Jomon Jodhar. I really love him. I really love his content. Saf Boy is good. Saf Boy's content is really nice. ഇത് മറ്റേ കുമ്പളങ്ങ തുരുത്ത് അങ്ങനെ എന്തോ ഒരു സാധനത്തിൽ പുള്ളി രോമാഞ്ചത്തിലുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. ഈവൻ ആവേശത്തിലുള്ള അവര് പൂജപുരാണം എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട്. That's not, they don't have a lot of followers, but I really like their content. അടിപൊളി കണ്ടന്റ് ആണ്. പുള്ളിയുടെ പേര് മിഥുൻ. Yeah. I really love their content. So they do acting oriented content on Instagram,
and then they get noticed, and this transcends into a film opportunity. What I'm talking about is not acting oriented content. I am talking about people like doing dancing reels or doing modeling collabs or whatever on Instagram and then getting noticed. See, there are 10% of people, actresses in Malayalam films that are extremely talented, and in my personal opinion, the remaining are very mediocre talent. And this mediocre talent works for them because currently ഭയങ്കര depth ഉള്ള acting oriented ആയിട്ടുള്ള female characters are not being written. In recent history, ഉള്ളൊഴുക്കുകൾ എന്ന് പറഞ്ഞ സിനിമ വാസ് വൺ ഓഫ് ദി സിനിമയിൽ അത് ആവശ്യമില്ലാത്ത ആവശ്യമില്ല. സിനിമയിൽ എങ്ങനെ ഒരു കാര്യം ആവശ്യമില്ലാതാവുന്നത്? അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഒരു പോയിന്റിലേക്ക് വരായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കാണുന്നില്ല. ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ ആവശ്യകത, പ്രോമിനന്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ ആവശ്യകത സിനിമയിലില്ല. That is about the story. If I'm writing a story and that story is about the ഞാൻ റൈറ്റേഴ്സ് ഡയറക്ടർ പെർസ്പെക്റ്റീവ്. If I'm writing a story, imagine I'm writing a story and that story is about the three of us and an adventure that we have in a night. ഓക്കെ, അപ്പൊ ആ സ്റ്റോറി ഞാൻ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു കോഴ്സിൽ അവിടെ ഒരു സ്ത്രീക്ക് പ്രസക്തി ഇല്ലെങ്കിൽ, അല്ലെ ആ കഥയിൽ ഒരു സ്ത്രീക്ക് പ്രസക്തി എങ്കിൽ, ഐ വിൽ നോട്ട് കാസ്റ്റ് എ വുമൺ. സംവരണം ഏർപ്പെടുത്താൻ പറ്റില്ലല്ലോ. വി കനോട്ട് ഓർഗനൈസ് ഫീമെയിൽസിനെ നമുക്ക് കോട്ട വെക്കാൻ പറ്റില്ല ജസ്റ്റ് ബിക്കോസ് വി വാണ്ട്. ആവേശം എന്ന് പറഞ്ഞ സിനിമ ഞാൻ സംവരണത്തിന് വെരി ഇമ്പോർട്ടന്റ്. We are talking about feminism in cinema and there is not even one female representative. അഭിപ്രായങ്ങൾ പറയാൻ ഇപ്പോ ജെൻഡർ സ്പെസിഫിക് ഒന്നുമില്ല. I think any mainstream, just like how you spoke about കുറച്ച് നേരം മുൻപ് about male and their sexual issues, അതൊക്കെ സംസാരിക്കും സിനിമയിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും you were able to say that because you are a man and you know that such things exist in the world. Don't you think that a female would know more about the kind of issues that they would face inside and outside the industry, അല്ലെങ്കിൽ the kind of things they perceive while they're watching a movie? Absolutely, sure. അവരുടെ ഒരു പെർസ്പെക്ടീവ്. എന്താ അലൻ പെണ്ണുങ്ങളെ കൊണ്ടുവരാത്തത്? ഞങ്ങളെ മാത്രം വിളിച്ച് അത് ബഡ്ജറ്റില്ല. ബഡ്ജറ്റില്ല. നമ്മളൊരു വളരെ അപ്കമിങ് പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആരും ഇതിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സ്ഥിരം വിളിക്കുന്ന ഒരു കുട്ടിയില്ലേ ഇവിടെ, അദ്ദേഹത്തെങ്കിലും പിടിച്ചിരുത്ത കുട്ടി പനി വന്ന് ഇത് നിങ്ങളെ മാത്രം. I want to elaborate on this particular point. Do you think feminism is a topic that can be discussed only if a woman is present in the panel? Don't you think that is creating a sort of reservation for women in the arena of free speech? Think about the other way around, like just like how you said, masculinity needs to be discussed with respect to cinema. How well can a female? I'll tell you something. Yeah, please. Would people have an issue? Like personally, I wouldn't have an issue with three girls sitting here and talking about men. I wouldn't mind either. But don't you think more relevant topics will come into the picture? Their perspective will definitely come. Exactly. Definitely. But we are not talking about. Yes, definitely. But we are talking about ഒരു സിനിമ പ്രേക്ഷകന്റെ രീതിയിൽ ഞാനും ഒരു ഫിലിം മേക്കറിന്റെ പെർസ്പെക്റ്റീവ് അഭിലാഷും സംസാരിക്കുന്നത് സിനിമയെ പറ്റിയിട്ടാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് നമ്മള് ഐ തിങ്ക് ടു വ്യൂ ഇറ്റ് എൻ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു അനാലിസിസിൽ ഐ തിങ്ക് ത്രീ ഓഫ് us are more than എനിക്ക് സന്തോഷം. അല്ല എനിക്കും ഇങ്ങനെ രണ്ടു പെൺകുട്ടികളൊക്കെ വെച്ച് നടത്തണമെന്നായിരുന്നു. പക്ഷേ എന്നിട്ട് എന്ത് പറ്റി അലൻ? ആരും വന്നില്ലേ? ആരും വിളിച്ചില്ല. നിങ്ങളുള്ള പേരാരും വിളിക്കാൻ വരാൻ പറ്റുന്ന ദൂരത്തിലല്ല, മനസ്സിലായില്ലേ? So far in our discussion, the main problem is the fact that there is a mix-up. നമ്മൾ ഫെമിനിസം ഔട്ട്സൈഡ് ഓഫ് സിനിമയും ഫെമിനിസം വിത്ത് ഇൻസൈഡ് ദ സ്റ്റോറി ഓഫ് സിനിമയും തമ്മിൽ ഒരു കൂട്ടിക്കലർപ്പുണ്ട്. വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? ഫോഴ്സ്ഡ് ഫെമിനിസം ഇൻ സിനിമ ഓർ ഫോഴ്സ്ഡ് ഫെമിനിസം വിച്ച് എക്സിസ്റ്റ് ഔട്ട്സൈഡ് സിനിമ വിത്തിൻ ദ ഇൻഡസ്ട്രി? I think I'll clarify. I think the second has led to the first. Yes, I think there is a feministic movement inside the industry. I wouldn't know because I'm not from the industry. But I feel like with the advent of organizations like WCC and all, there is a feministic voice inside the industry which is good. Because cinema has to be a safe space for women. Representation ഉള്ളത് എപ്പോഴും നല്ലതാണ്. Representation is always good, and more importantly, cinema has to be a safe space for women. It should be a safe working environment. It should be a respectable working environment. Adina organizations like WCC are definitely good. Any organization is good for that matter. പക്ഷേ the presence of a feministic nexus inside the industry will automatically pressure creators and filmmakers to induce those kind of scripts. And do you think that happens? That happens. But I think even before the WCC or any such feministic quasi-legal entities existed in cinema, there were movies which were forcibly feministic and movies like what feministic. Forcibly feministic, what is according to you? Feministic padanggal.
അല്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞില്ലേ ചില സിനിമകൾ അനാവശ്യമായിട്ട് ചില ഫെമിനിസ്റ്റിക് മാസ് ഡയലോഗുകൾ തിരികെ കയറ്റുക സട്ടിൽ വെൻ യു ആർ പ്രസന്റിങ് എ മൂവി ഒരു ഐഡിയോളജി പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ യുവർ ഫേസ് ആയിട്ടും പ്രസന്റ് ചെയ്യാം വളരെ സട്ടിലായിട്ടും പ്രസന്റ് ചെയ്യാം വെൻ a very let's say a provocative അല്ലെങ്കിൽ very sensational opinion is being introduced, what is the best way to present it? In your face present ചെയ്യുന്നതാണോ അത് വളരെ സട്ടിലി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ ആൾക്കാരിലോട്ട് വെക്കുന്നതാണോ? that is my question here. കാരണം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഐ ബിലീവ് ലൈക്ക് ഇറ്റ്സ് മോർ എഫക്റ്റീവ്. ആൾക്കാർക്ക് വളരെ സട്ടിലായിട്ട് ഇൻഫ്യൂസ് ചെയ്ത് ആ സിനിമയുടെ തിരക്കഥയുടെ താളുകളുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ച് അത് വളരെ സ്മൂത്ത്ലി സ്മഗിൾ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. I think it's more susceptible to influence people also. അതെ, മറിച്ച് എൻ്റെ പേഴ്സണൽ ഫിലിം മേക്കിംഗ് ഡേയ്സിൽ ഒരു ഫീമെയിൽ ഒരു പഞ്ചനയില പഠിക്കുന്നു അല്ലെങ്കിൽ അവളെ എന്താ പറയുക അവളെ ശല്യം ചെയ്യുന്ന ഒരു പുരുഷന്റെ ചള്ളക്കിട്ട് അടിച്ചതിന് ശേഷം തിരിഞ്ഞ് പാട്ടിട്ട് സ്ലോ മോഷനിൽ നടക്കുന്നു. ഇതൊരു ആണ് ചെയ്താലും ഒരു സ്ത്രീ ചെയ്താലും ക്രിഞ്ചാണ്. അത് ക്രിഞ്ചാണ്. അതിനെ നമ്മൾ ആന്റി ഫെമിനിസ്റ്റിക് എന്ന് അല്ലെങ്കിൽ ഫെമിനിസ്റ്റിക് എന്ന് വിളിച്ചിട്ടും കാര്യമില്ല. അത് I believe that feminism, no matter what the ideology, it should be delivered in a very subtle and a very dignified way. അത് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഇത് ഫെമിനിസം ആണ് അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണം. I think and as an extension ചില കഥകളിൽ they overdo it massively. ഞാൻ ഇപ്പോൾ ഓർത്തു ആലിയ ഭട്ടിന്റെ ഒരു ഫിലിം ഉണ്ട്, I don't remember the name. ഡാർലിങ്സ് ആണോ? Yes. അതിനകത്ത് so Darlings, what happens is, I think she has an abusive husband, and so guy with a temper, he beats her up and abuses her physically and all that. And she loves him up until the point. So up until the point where her mother is also asking her to somehow tolerate it or whatever, and in the end she murders this guy. So abusive husband, divorce is not an option. She's too tender for divorce, but killing him is fine. This sends out I think she doesn't murder him. ലാസ്റ്റ് she brings him to a railway track എന്നിട്ട് അവിടെ വെച്ചിട്ട് പോകും. ഇല്ല ഫ്രീ ആക്കി വിടും. എന്ന് വെച്ചാൽ ലൈക്ക് എന്റെ ജീവിതം ഞാൻ ഇവന് വേണ്ടി എന്തിനു നശിപ്പിക്കണം എന്നുള്ളൊരു. Does he die in the film? He does. പക്ഷെ ലൈക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് വേറെ എങ്ങനെ ക്ലിയർലി എനിക്ക് ആ എൻഡിങ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പടം മുഴുവൻ കണ്ടില്ല, ഞാനിത് ഈ അവസാന പോർഷനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഷീ ലെറ്റ്സ് ഹിം ഗോ. അത് ആക്ച്വലി ആ സിനിമയിൽ ഉണ്ട്. Once again, adding on to what you said and completing what I said, the problem occurs when you use feminism to get applause. Feminism കൈയടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. Feminism, if you infuse feminism into a movie to properly send out a message, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നമ്മുടെ ആശയം പുറത്തുകൊണ്ടുവരാൻ വേണ്ടി വരുന്നതാണെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഫെമിനിസം ഒരു കൈയടിയുടെ എലമെന്റ് ആയിട്ട്, ഫെമിനിസം ഒരു മാസ് ആംഗിൾ. Exactly. ഇപ്പൊ അവര് what he's saying is so correct. They're taking feminism, which is a very in its essence it's a noble political idea. Sacred political. ഈ നോബൽ പൊളിറ്റിക്കൽ ഐഡിയലിനെ ഇവരൊരു ഭയങ്കര മസാല കോണ്ടെക്സ്റ്റിൽ ഇട്ടിട്ട് ഓവർ ദ ടോപ്പ് ആയിട്ട് കയ്യടി ജനറേറ്റ് ചെയ്യാനും ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജനറേഷനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇംപ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് they do it. So they're using feminism as a tool in the screenplay. Correct. Which is actually counterproductive in the long run. Which will make more people averse to the idea of feminism. ഒരു കാലത്ത് മാസ്കുലിൻ ഡയലോഗ്സ് കൈയടിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പോലെ തന്നെയാണ്. ചവിട്ട് തടിക്കാനും തൊഴിക്കാനും ഒക്കെ ഒരു പെണ്ണിനെ വേണമെന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് പറയും. അതിന്റെ ആക്ച്വലി ഈക്വലി പ്രോബ്ലമാറ്റിക് ആയിട്ട് നീ ചിരിക്കുന്നതിന് അല്ല. പക്ഷെ ഇത് പറഞ്ഞ ആക്ടേഴ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഒരു കാലത്ത് മോറൽ പ്രിൻസിപ്പിൾസും ന്യായങ്ങളും വെച്ച് നമുക്ക് വേറൊരു കാലത്ത് ആ സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മറ്റേ ഇടയ്ക്ക് നെവിൻ പോളിന്റെ എബ്രിഡ് ഷൈൻ്റെ ഒരു സിനിമ വന്നിരുന്നില്ല, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ സിനിമ സെയിം മെസ്സേജ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞിരുന്നത്. ഒരു കാലത്തെ ന്യായവിധികൾ ഒരു കാലത്ത് മോറൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് വേറൊരു കാലത്ത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇൻ സിനിമ അത്രയും. കാരണം സിനിമ ഓരോ 5 വർഷം കഴിയുമ്പോൾ ഉള്ള സിനിമ ന്യൂ ജനറേഷൻ ഫോംസ് ഇറ്റ്സെൽഫ് ഇൻ ഫിലിം. അപ്പം ആ കാലത്ത് those movies were entertaining. ഈ കാലത്ത് ഫ്രം എ nostalgic point of view our scenes are very funny to watch, പക്ഷേ at the same time you cannot say a movie was bad അല്ലെങ്കിൽ actor is to be blamed and the script writer is to be blamed. ഇതൊരു ഭയങ്കര പ്രോബ്ലം ആണ്. അഭിലാഷ് പറഞ്ഞത് is a big problem. I'll tell you why. You tend to what you discussed, you tend to look back upon a lot of works that have come out in the past. നമ്മുടെ new found political correctness വെച്ചിട്ട് you go back and then you in hindsight you look at a lot of films or books and then this was wrong, that was wrong, this writer should not have said that actor should not have performed in this scene.
നമ്മൾ ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം പ്രോബബ്ലി നമ്മൾ ഡയറക്ടർ ആക്ടർ എന്ന് വിളിക്കുന്ന ആൾക്കാരായിരിക്കും. ഈവൻ ഇൻ ദിസ് ആർഗ്യുമെന്റ് നമുക്ക് ക്രിയേറ്ററിന്റെ സ്പേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിയേറ്ററിന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഫിലിം എന്ന് പറയുന്ന ദി എൻഡ് ഓഫ് ദ ഡേ ഐ ഫീൽ ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ആർട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ട്. ഡയറക്ടേഴ്സ് ആർട്ട് ഡിപെൻഡിങ് ഓൺ ഹൂ സ്റ്റാർട്ടഡ് ദി മൂവി. ഒരു 20-25 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ദാറ്റ് യു ഫൈൻഡ് ഇറ്റ് പ്രോബ്ലമാറ്റിക് ഫ്രം ടുഡേസ് വ്യൂ പോയിന്റ്, ടുഡേസ് വ്യൂയിങ് ലെൻസ്. ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഈ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ കാണുന്ന ഒരാള് ദാ 3 ആണുങ്ങൾ ഇരിക്കുന്നു, ഹൗ ഡെയർ ദേ കോൾ ദംസെൽസ് മെൻ, do they know that they are men, why can't they call themselves non-binary എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല പരിപാടി. 50 വർഷം കഴിഞ്ഞ ആണ് പെണ്ണെന്നുള്ള കാണത്തേ ഇല്ല. ചിലപ്പോൾ നോൺ ബൈനറി ആയിരിക്കും, എല്ലാവരും ഐ ഐഡന്റിഫൈ ആസ് നോൺ ബൈനറി, ഒരു മഴവില്ലിന്റെ പടമായിരിക്കും കൂടെ. The fact that we have moved on from such movies അല്ലെങ്കിൽ such dialogues is a clear indication that the society is progressing in a healthy way. നമ്മൾ ശരിക്കും അങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. കാര്യം Why do you feel that? റീസെന്റ് ടൈംസിൽ കസബ പോലത്തെ സിനിമകൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംശയം വീണ്ടും. കസബയിൽ എന്താണ് പ്രശ്നമുള്ളത്? We've had this discussion like a million times. കസബയിലെ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഫോർ ദി ഓഡിയൻസ്. അതെ, കസബയിലെ പ്രശ്നം, കസബയിൽ ഒരു പ്രശ്നം തോന്നില്ലേ? നിനക്ക് തോന്നിയ പ്രശ്നം? എനിക്ക് പ്രശ്നം തോന്നില്ല. അതാണ് ഞാൻ What is the problem with Kasaba? കസബയിൽ എല്ലാവരും പറയുന്നത് the only problem with Kasaba is that it ended too quickly and it did not have a second part. Nitin Renji Panikkar, please make Kasaba 2 if you are looking for casting. Long silence. ആരും കൈയടിക്കുന്നുണ്ടോ? The problem, see, actually, to be honest, I think Arshi's take about Kasaba should be discussed here. Everybody, like probably even including myself, found problems with the scene that is there in Kasaba. Like for example, Kasabയിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ വരുന്നു, മമ്മൂട്ടി വളരെ മോശമായിട്ട് പുള്ളിക്കാരി എടുത്ത് സംസാരിക്കുന്നു, ബെൽറ്റിനകത്ത് കൈയെടുത്ത് വലിച്ചടുത്ത് പിടിക്കുന്നു, ഒരു ഡയലോഗ് പറയുന്നത് മമ്മൂട്ടി സ്ലോ മോഷൻ നടന്നു. ഓവറോൾ ആ സിനിമയിൽ മുഴുവൻ മമ്മൂട്ടി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ്. എവറിബഡി ഫൗണ്ട് ഇറ്റ് പ്രോബ്ലമാറ്റിക്. പക്ഷേ ഐ തിങ്ക് ദർ ഇസ് എ ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഡിസ്കഷൻ. ഇതൊരു 5 വർഷം മുമ്പ്, 5 വർഷമായി കാണല്ലേ? അതെ, നമ്മൾ ഈ പറയുന്ന ഒരു പടങ്ങളെല്ലാം. So this movie came out 7 years ago and this particular point is still discussed in mainstream media itself, shows that other എന്തോ ഒരു വലിയ I didn't find anything of it. See, I'll tell you something. ആ ഫിലിം ഒരു പ്രോപ്പർ വെസ്റ്റേണർ ആണ്. there are westerner movies. ഈ വെസ്റ്റേൺ എന്ന് പറഞ്ഞൊരു ജോണർ ഉണ്ട്, where a stranger comes to a desolated town seeking justice, and then കസബ ഒരു വെസ്റ്റേൺ പടമാണ്. ഓക്കെ, ആസ് ഇൻ പോയി ഷിക്കാഗോയിൽ എടുത്ത പടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് ആ ജോണറാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈൽഡ് വെസ്റ്റ് ആൻഡ് മമ്മൂട്ടിയുടെ ക്യാരക്ടറൈസേഷനും ഏറെക്കുറെ ഒരു വൈൽഡ് വെസ്റ്റിലെ ഒരു പഴയ കൗബോയ് ക്യാരക്ടറൈസേഷൻ ആണ്. ഈസ് എ ലോണർ, ഹി ഡ്രൈവ്സ് എ ജീപ്പ്, ഹി ഡ്രിങ്ക്സ് ഓൾഡ് മങ്ക് റം, whatever. And ഇതിനകത്ത് a female superior officer tries to hit on him, and then he reacts a little rudely. Tries to hit on him. She is actually trying to extract a provocative response. Exactly. ആ പ്രശ്നക്കാരനെ പോലീസ് ഓഫീസറെ ഞാൻ പോയി മുട്ടിട്ട് വരാന്ന് പറഞ്ഞാൽ there is a whole precursor to the scene. Nobody talks about this precursor. That's also in the script. Correct. And either, see, again, just like there is forced feminism, you can't force this. എന്താ പറയാ, there are 2 characters, they will behave in a particular way. You cannot manicure that to suit your political narrative. You cannot manicure superstar ഉള്ള ഒരാള് ഇങ്ങനെ ഒരു വേറൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ ഉള്ള ഒരു ആൾ ഇങ്ങനെ ചെയ്യുന്നത് അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇത് ഭയങ്കര സ്റ്റുപ്പിഡിറ്റി ആണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അല്ല, ഇത് പറയുന്നവരെല്ലാം മണ്ടന്മാരാ. ബിക്കോസ് സിനിമയ്ക്ക് അത്രയും മാത്രം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്, സിനിമയ്ക്ക് അത്രയും മാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഇല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ശരാശരി മനുഷ്യൻ 2.5 മണിക്കൂർ എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നതാണ്. നല്ല സിനിമയാണെങ്കിൽ ആ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്നവരെ അവന്റെ മനസ്സിൽ തങ്ങി നിൽക്കും. ചില സിനിമകൾ നമ്മൾ കാലാകാലങ്ങൾ ഓർക്കും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു സീൻ കണ്ടതുകൊണ്ട് കോവർക്കേഴ്സിന്റെ മറ്റേ ബെൽറ്റിനടിയിൽ പോയി കൈയിട്ടിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഹീ ഈസ് മെന്റലി ഡിസ്റ്റർബ്ഡ്. ഐ നോ ഹീ ഷുഡ് ഗെറ്റ് ചെക്ക്ഡ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. കോഫി, ബ്ലാക്ക് കോഫി വിത്ത് കോണിയാക്കും, വോഡ്ക വിത്ത് വാട്ടറും എല്ലാം ആയിട്ട് മദ്യപിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. so many ways. അപ്പം രഞ്ജിത്തിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, do you think you're promoting drinking? First of all, that movie is about detoxing from alcohol. You're promoting drinking by showing drinking in such a stylized way.
ഇത് കണ്ടിട്ട് പുള്ളി എന്താ പറഞ്ഞത്, ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവൻ എന്തോ കുഴപ്പമാണ്. പക്ഷേ ഈ എക്സാമ്പിൾ കസബയിലോട്ട് നിനക്ക് പാരലൽ ഡ്രോ ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒന്നുമില്ല, ഇൻ സ്പിരിറ്റ് ഗുഡ് ചങ്ക് ഓഫ് ദ മൂവി ഇസ് ഡെഡിക്കേറ്റഡ് ടു ഡീടോക്സിംഗ് ഫ്രം ആൽക്കഹോൾ. ഇൻ കസബ ദാറ്റ് ഇസ് നോട്ട് ദ കേസ്, റൈറ്റ്? ഇല്ല, ബിക്കോസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ മൂവിയുടെ ദി എൻറ്റയർ premise of the movie is centered on how a man is an alcoholic and he wants to come out of that equation, and he finds a parallel in somebody from an extremely opposing social strata who is in the same state with him, and he helps the other person get better and he gets better himself. ഇതാണ് സ്പിരിറ്റിന്റെ കഥ. കസബയില് ഈ എൻറ്റയർ കസബ ഇസ് എ പ്രോപ്പർ ഒരു ആക്ഷൻ ത്രില്ലർ, ഒരു വെസ്റ്റേണർ ആണ്. അതിനകത്ത് ഒരു സീൻ മാത്രമാണ് അത്. ഇത് വിമൺ എംപവർമെന്റിനെ പറ്റി ഉണ്ടാക്കിയ സിനിമ അല്ല കസബ. ഓക്കെ, സോ ഐ ഡോണ്ട് തിങ്ക് എ ഗ്രാൻഡ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നീഡ് ടു ബി മെയ്ഡ് ഓൾസോ. Correct. That is one movie that is not meant to be read politically. Yeah, it's a westerner. അഭിലാഷ്, നേരത്തെ നമ്മള് ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഫെമിനിസത്തിനെ പറ്റി പറഞ്ഞു, അതിന് പുറത്തുള്ള ഫെമിനിസത്തിനെ പറ്റി പറഞ്ഞു. പുറത്തുള്ള സിനിമയുടെ കഥയ്ക്കകത്തുള്ള ഫെമിനിസവും സിനിമയുടെ പുറത്തുള്ള ഫെമിനിസവും. അതെ. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഫെമിനിസത്തെ പറ്റി പറയുമ്പോൾ പേ ഗ്യാപ്പ് ആക്ച്വലി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കേക്കട്ടെ. അല്ല, ഹൗ കെൻ യു പ്രൊപ്പോസ് എ പേ ഗ്യാപ്പ് ഇൻ, ആർ യു ടോക്കിംഗ് എല്ലാവർക്കും ഈക്വൽ പേ വേണമെന്നാണോ? സിനിമയിൽ എല്ലാവർക്കും ഈക്വൽ പേ കൊടുക്കാൻ പറ്റില്ല. വൈ? ഒരു സ്റ്റാറിന്റെ എന്താ പറയാ, ഒരു സ്റ്റാറിന്റെ ബോക്സ് ഓഫീസ് അങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടല്ലേ ഒരു സ്റ്റാർ പെയ്ഡ് ആവുന്നത്. എക്സാക്ട്ലി. സോ നമുക്ക് ഒരു പിരമിഡൽ സ്ട്രക്ചർ ഓഫ് പേ ഉണ്ടെന്ന് തോന്നുന്നല്ലേ സിനിമയ്ക്ക്, ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് നമ്മുടെ സ്റ്റാർ വരെയുള്ള. സോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനകത്ത് when the entire film's chances of being monetized is hinged upon one person. ഇപ്പം മമ്മൂട്ടി സിനിമ നമ്മൾ മമ്മൂട്ടി സിനിമ എന്നാണ് പറയുന്നത്, നമ്മൾ മമ്മൂട്ടിയുടെ കൂടെ ഉള്ള ഇപ്പം പിഷാരടി സിനിമ എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് കാസ്റ്റിന്റെ പേരിലുള്ള സിനിമ എന്നല്ല പറയുന്നത്. ഇപ്പം പ്രോബ്ലി കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഡയറക്ടേഴ്സിന്റെ പേരിൽ സിനിമ മാർക്കറ്റായി തുടങ്ങുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഇഫ് എ പേഴ്സൺസ്, ഇപ്പം മമ്മൂട്ടി ഒരു ഫിലിം ഫ്ലോപ്പ് ആയാലും മമ്മൂട്ടി ഫിലിം ഫ്ലോപ്പ് ആയി എന്നാ പറയുന്നത് അല്ലെ, അല്ലെ മോഹൻലാൽ ഫിലിം ഫ്ലോപ്പ് ആയി എന്നാ പറയുന്നത്. സോ ഐ തിങ്ക് when stars bear the weight of a film success or the failure, they also should, they naturally deserve the merit, and the movie is being marketed in a star's name, they naturally deserve a lion's share of the, and they have worked so much, they have worked all the way to the top, right? People want to see them. They have created their own market. I 100% agree with what you both are saying. It should be, once again, like Allan said, if a female character driven ഒരു മൂവിയാണ്, അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ച ഒരു ഫീമെയിൽ ഡ്രിവൺ ആക്ഷൻ മൂവിയാണ്, would a female driven action movie come into fruition, അല്ലെങ്കിൽ come into being if you have to pay a female the same amount of money that you pay Mohanlal or Mammootty or any other? Probably, I don't know the finances of cinema, but I don't think it will be feasible because currently there are no actresses in Malayalam cinema that are capable of doing an action film, a mass masala action film that will, let's say, Lucifer like a scale or a film. And why do you think that is the case? Adam, once again, it's a problem which exists probably not in the industry. It is a reflection of the society. നമ്മൾ സംസാരിച്ച ടോപ്പിക്കാണ്. People don't want to watch it. People wouldn't want to watch it. ഇപ്പം people don't want to watch it, the movie becomes a financial flop. But nobody wants to invest that much of a money. And generally, if you look at the career trajectory of most of the female stars, they have a peak period of 3 to 5 years where they act with all the male co-stars, and then they get married, and then they go to US, and then they open a dance school there. Then they come back 10 years later. അങ്ങനത്തെ ആ ഒരു കാര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ. Very, very specific comments. But then this is what happens, right? They have a golden period in their mid-20s. And Arshi is not glorifying this. Arshi is saying that this is I'm not glorifying. This is what happens. ഇത് glorify ചെയ്യാനല്ല, and ഇത് ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. But generally this is what happens. They have a golden period of 3 to 5 years. ഒരു 3 to 5 year അല്ലെ മാക്സിമം ഒരു 6 year പീരിയഡിൽ they have a beautiful trajectory, and then somebody new comes and they get replaced. I will list out the problems with this trajectory. What Arshi said is the absolute reality of things. The fact is that if a female star is to be ever introduced into the industry, she has to be introduced as the pair of a very established male co-star. There is no one heroine who got launched in her own title movie. There are actors who were introduced like that. A lot of these nepo kids എന്ന് പറയുന്നത് വളരെ നല്ല ആക്ടേഴ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതല്ലാതെ ഔട്ട് ഓഫ് നോവെയർ വന്ന ചില നടന്മാരാണെങ്കിലും ശരി, പ്രോപ്പർലി അവരെ സ്റ്റാർസ് ഓഫ് ദെയർ ഓൺ ഫിലിമായി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ഫീമെയിൽസ് കൻ ക്ലെയിം ദാറ്റ്? ഇപ്പോൾ നടിമാരായി തിളങ്ങി നിൽക്കുന്ന, ഇപ്പോൾ സ്വന്തം മൂവി ടൈറ്റിൽ ചെയ്തിട്ടുള്ള നടിമാരാണെങ്കിൽ പോലും they were in their introduced as somebody's co-star. That is the first wrong practice of things. Ultimately, ഇതിന്റെ എല്ലാത്തിന്റെയും root comes from the fact that you are not, the industry is not churning out enough female-centric movies to accommodate. Is that the case, or the industry afraid of how the audience Definitely might react? Audience might react.
അതുകൊണ്ട് വി കനോട്ട് ഡിക്റ്റേറ്റ്. ഇപ്പം കേരള എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു വളരെ പോഷായിട്ട് കൗച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഒക്കെ വെച്ച് പോഡ്കാസ്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് നോട്ട് ദി അഗ്രിഗേറ്റ് കേരള. വി ആർ വെരി പ്രിവിലേജ്ഡ്, വി ആർ എഡ്യൂക്കേറ്റഡ്, വി പ്രോബബ്ലി ബിലോങ് ടു എ വെരി privileged corner of society, right? Kerala is still a very, for that matter, the whole of India is still predominantly a backward society. പുറത്ത് ചായം പൂശിയ ഒരു urbanization ഒരു എഡ്യൂക്കേഷനും മാത്രമേ നമുക്കുള്ളൂ. ഉള്ളിൽ ഇപ്പോഴും പേട്രിയാർക്കിയലാണ്, ഉള്ളിൽ ഇപ്പോഴും ഡീജനറേറ്റഡ് ആണ്, ഉള്ളിൽ ഇപ്പോഴും കാസ്റ്റിസ്റ്റ് ആണ്, ഉള്ളിൽ ഇപ്പോഴും ക്ലാസിസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യ ഒട്ടുക്ക ഉള്ള കമ്മ്യൂണിറ്റി. സോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ആൻഡ് ഫിലിംസ് ത്രൈവ് ഓൺ പോപ്പുലസ്. A film has to be a populistic, in demand art form in order to make money. ഒരു 30 കോടിയോ 40 കോടിയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അത് അത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ അവർക്ക് വസൂൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. സോ they will only go for the formula that will deliver success. So this സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വരാതെ സിനിമയിൽ അത് റിഫ്ലക്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കരുത്. Unlike most art forms, the problem with cinema is that it takes a lot of money for that one art form to materialize. ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷും ഒരു കലാകാരനും ആ ചായങ്ങൾ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എ പെയിന്റിംഗ് ആൻഡ് എക്സ്പ്രസ് യുവർ സെൽഫ്. ഒരു സ്റ്റേജും നല്ല 4-5 ആക്ടേഴ്സും ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് എ ഡ്രാമ. ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്ന ഒരു നല്ല കലാകാരനും ഒരു നല്ല ഗായകനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഗീതം ഉണ്ടാക്കാം. അതൊന്നല്ല, ഒരു തൂലിക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോവൽ എഴുതാം, അല്ലെങ്കിൽ കവിതകൾ എഴുതാം. പക്ഷെ ദ പ്രോബ്ലം വിത്ത് സിനിമ ഇസ് ദാറ്റ് it's a very big industry with a lot of technicalities associated with it. It's a ഭയങ്കര മൂവിങ് പാർട്സ് ഉള്ള മെഷീനറി ഭയങ്കര ഹെവി ആയിട്ട് റിക്വയർ ചെയ്ത ഒരു ടൺ ഓഫ് ആൾക്കാർ ആവശ്യമുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ ആവശ്യം വരുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഇസ് സംതിങ് വിച്ച് it is an art form and a industry അല്ലെങ്കിൽ a commodity at the same time. Can I interject? I'm sorry. Even let's just say that there are filmmakers who are daring enough to make films like this. ഇപ്പോഴത്തെ ഒരു current 2024 state of Malayalam cinema, because I watch mostly Malayalam cinema, how many female actors are there that can pull off roles like this? Very less. Very less. പക്ഷേ very less number of artists, which that shouldn't stop people from making a quantity of movies with, let's say, a limited number of artists. And what is stopping them? I think that cycle, that cycle has to begin somewhere. That cycle has to begin somewhere. If you have quality actresses and if you have at least a plethora of actresses of some quality and they can pull off roles like this, they are ready to go through the whole process of training themselves for a role like this, it will create oru dominoes falling change. I don't think it is a question of talent. See, do you feel like ask me the question? Yeah, what is the question? Do you feel like the Malayalam cinema, when it comes to its actresses, is standing at the zenith of talent right now? I'll tell you something else which will answer your question subsequently. The thing is that ഒരു കാലത്ത് മലയാള സിനിമയിലെ every single big movie without the exception of one was being made between two Malayalam actors, Mohanlal and Mammootty. Even in the era before that, probably Prem Nasir, Madhu, Jain, 3 actors ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന 2 actors വേറൊരു കാലഘട്ടത്തിൽ വെച്ചാണ് മലയാള സിനിമയിലെ എല്ലാ സൈസബിൾ മൂവീസും എടുത്തിട്ടുണ്ട്, ഇൻഡസ്ട്രി ഹിറ്റുകൾ. അത് ഒരു വർഷം ഒരുപക്ഷെ 5-6 സിനിമകൾ വരുമായിരുന്നിരിക്കാം. ഒരു വർഷം ഇവരൊക്കെ 25 സിനിമകൾ വരെ പ്ലസ് അഭിനയിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. If that is possible, it is possible for people to make the same quantity of movies with, let's say, 2 or 3 actors. ഒരു മിനിറ്റ്. But it's a question of why it is not getting made. My question is not why it's not getting made. My question is, do we have the kind of actresses in today that can shoulder the kind of responsibility that comes with the shouldering? Arshi പറയുന്നതിൽ 2 aspects ഉണ്ട് ഉത്തരത്തിൽ. When you ask, are there actresses who exist in the modern day who can shoulder the responsibility? You have to shoulder it in 2 ways. One is talent. You have to have the talent to pull off such roles. Second is the market. You have to have the market. I'm talking about talent. You're talking about talent. With respect to talent, I already quoted an example as to why not people are not thinking about an action movie with Sai Pallavi. Abhilash, I'm talking about the grand tapestry of actresses. People like Sai Pallavi and a few other names are probably, I feel like they're a minority. Minority ആയാലും മതി. But you agree that they're a minority? I agree they're a minority. So you are agreeing that talented actresses are a minority? Absolutely. അല്ല, നമ്മളിപ്പോ ആക്ട്രസസിന്റെ കാര്യം പറഞ്ഞു, വളരെ വിരലിലെണ്ണാവുന്ന ആക്ട്രസസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു.
വളരെ വിരലിലെണ്ണാവുന്ന ഫീമെയിൽ ഫിലിം മേക്കേഴ്സേ ഉള്ളൂ. അതും വലിയൊരു പ്രശ്നമല്ലേ. അത് ഇവർക്ക് ഇങ്ങനൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഈ പക്ഷെ ഒരു ഫീമെയിൽ ഫിലിം മേക്കർ വന്നപ്പോൾ പോലും ഷീ ചോസ് ടു റൈറ്റ് ഓൾ ഹർ മേജർ സ്ക്രിപ്റ്റ്സ്. അഞ്ജലി മേനൻ എല്ലാ സിനിമകളിലും ഞാൻ വിചാരിച്ചു വളരെ ഫെമിനിസ്റ്റ് ആയ വേറൊരു ഫീമെയിൽ ഫിലിം മേക്കർ ഉണ്ടല്ലോ, പുള്ളിക്കാരി പണ്ട് മറ്റേ അടി വാങ്ങി നമ്മൾ തമ്മിൽ നേരത്തെ ചെയ്തോടെ. I think for the clarification of the genuinity of this entire podcast, like credibility of the entire podcast, I need to make the statement that you cannot classify all movies as male-centric movies and female-centric movies. There are movies which are centered on the plot, and I really believe that Anjali Menon is a person who makes movies centric to the plot. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ബാംഗ്ലൂർ ഡേയ്സിൽ നായകനാരാ നായിക ആരാന്നുള്ള എല്ലാ കാര്യം അത് ആ കൂട്ടായ്മയുടെ കഥയാണ്. അഞ്ജലി മേനന്റെ ഏത് സിനിമ എടുത്താലും നമുക്ക് അതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സിനിമ മഞ്ചാടിക്കുരു എടുത്ത അവസാന സിനിമ ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ കൂടെയൊക്കെ ഇഷ്ടമൊക്കെ സിനിമ എടുത്തു. പിന്നെ പക്ഷെ ഇപ്പൊ കൂടെ എടുത്താലും ശരി, അത് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. മനസ്സിലായി. അപ്പൊ ടു ബി ഓണസ്റ്റ്, ഈ മെയിൽ സെൻട്രിക് ഫീമെയിൽ സെൻട്രിക് അത് തന്നെ മാറണം. മറിച്ച് പ്ലോട്ട് സെൻട്രിക് വരണം. ആ പ്ലോട്ടിന് ആവശ്യമുള്ള ആക്ടേഴ്സിനെ ഹയർ ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ് ദ ഡേ വി വിൽ ബ്രേക്ക് ദ സ്റ്റാർ സിസ്റ്റം. ദാറ്റ് ഇസ് ദ ഡേ വി വിൽ ബ്രേക്ക് ദ പേ ഗ്യാപ്പ് ഇഫ് ദാറ്റ് എക്സിസ്റ്റ്. ദാറ്റ് ഇസ് ദ ഡേ which will open a new practice where there won't be any forced feminism അല്ലെങ്കിൽ ഒരു forced cringe ideologies for the sake of mass claps. You're talking about the egalitarian utopia of Malayalam cinema, which will never come probably. പക്ഷേ നമ്മൾ പല ആശയങ്ങളും ഇതുപോലെ തള്ളിക്കളയുന്ന എല്ലാ സാധനവും there are industries out there in the world. I know that ഹോളിവുഡിലും പേ ഗ്യാപ്പ് ഉണ്ട്, അബ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരുപാട് ഇൻഡസ്ട്രീസ് around the world are actually doing this thing where people go look at the plot of the movie, people look at how the movie is marketed rather than who the star is, and then going to watch the Absolutely. movie. Tom Cruise is a star of the past generation. Who is the current action star in Hollywood? Who is the current big name in Hollywood? If you are to name such a name like, let's say, Tom Cruise, Robert Downey Jr., Arnold Schwarzenegger. 80s 90s 2000s trend എല്ലാം മാറി. ഇപ്പൊ ആക്ച്വലി പീപ്പിൾ ആർ ഗോയിങ് ഫോർ ഗുഡ് പ്ലോട്ട്സ്, ഗുഡ് മൂവീസ്. കഴിഞ്ഞ വർഷം ഓസ്കർ കിട്ടിയ 1 billion അടിച്ച ഓപ്പൻഹൈമർ പോലും വാസ് മെയ്ഡ് വിത്ത് ആൻ ആക്ടർ ഹു ഹാസ് പ്രോബബ്ലി നെവർ ഷോൾഡേർഡ് എ മെയിൻ റോൾ ഇൻ ഹിസ് എൻ്റയർ ലൈഫ്. That is how good the system is getting all throughout the world. ഈ പറഞ്ഞ ഹോളിവുഡിൽ ഉണ്ട് പേ ഗ്യാപ്പ് ഒക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. പക്ഷേ മെയിൽ കൗണ്ടർ പാർട്സിനെക്കാളും കാശ് വാങ്ങുന്ന ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതും അതാ പടത്തിന്റെ സ്കെയിലും പടത്തിന്റെ വലിപ്പം അനുസരിച്ചാണ്. ഒരു മാർവൽ മൂവിയിൽ ബ്രീ ലാർസൺ വാങ്ങുന്ന പൈസ ഒരിക്കലും ഒരു ഇന്ത്യ മൂവിയിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാറിന് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ ഇന്ത്യ മൂവിയാണ് ആക്ഷൻ മൂവിയാണ് ഒരു പക്ഷേ ഒരേ സ്കെയിലിലെ ആക്ടേഴ്സ് പേ വാങ്ങത്തുള്ളൂ അൺലെസ് ദേ ആർ പ്രൊഡ്യൂസിംഗ് ദ മൂവി. അപ്പോൾ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം there is a change which is happening. and egalitarian ഒരിക്കലും നടക്കാത്ത യൂട്ടോപ്പിയ എന്ന് പറഞ്ഞ് തള്ളി പറയേണ്ട ആവശ്യമില്ല. I think a good change is happening throughout the world. I think the best thing that we can hope for is when people start paying attention to the plot rather than the movie. Plot-centric films should happen, and the plot should be uncorrupted by the so-called political leanings of the maker or the political leanings of the audience. A plot should be a plot. And ipo thanne nammal the whole conversation started with Bougainvillea and this very cringe-inducing scene. Why we discuss it is because our entire plot, which was substandard, this scene sticks out like a sore thumb. This scene sticks out like a sore thumb, and we want content that is more or less continuous with the substance that it's made of. I enjoy good cinema, and I would love cinema to be the medium where the so-called plotinu വേണ്ടിയിട്ടാണ് ആൾക്കാർ സിനിമ എടുക്കുന്നതും പ്ലോട്ടിന് വേണ്ടിയാണ് സിനിമ കാണുന്നതും. And even if they induce any political philosophy into its stream, it is done so in a very subtle manner where it has more chance to influence people. Correct. Rather than put it in your face where you find it like crass. Now, if you, coming to the notion that we are concluding immediately after this, ഒരു ചെറിയ ഒരു anecdote പറഞ്ഞു നിർത്താന്ന് വിചാരിച്ചു. The person who is operating our camera, Jay Krishna, he went for Bougainvillea first day, first show and everything. And what happened is, നമ്മളിപ്പം Allan ഇവിടെ പറഞ്ഞു തുടങ്ങിയ ക്രിഞ്ച് ഇൻഡ്യൂസിംഗ് എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ജയകൃഷ്ണൻ അല്ല, ആ തിയേറ്റർ മുഴുവൻ കൈയടിച്ചു എന്നുള്ളതാണ് ജയകൃഷ്ണൻ നമ്മൾ ഈ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ജയകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ അതെന്ന് മനസ്സിലാക്കി, ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ ആ തിയേറ്ററിൽ 500-600 പേരുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ 600 പേര് ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഒരു അവസ്ഥയും ഈ സീൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം it is at the end of the day our opinion that scene was a cringe, probably in a different scenario, different circumstances. നമ്മൾ കണ്ടിരുന്നെങ്കിൽ ചിലപ്പം എനിക്കറിയില്ല, watch movies with better people. We would have been swayed in a different way. But with that said, another thing that it shows is the fact that the mass
will blindly consume cinema, probably without putting much thought into it, without probably understanding what goes behind, what is the thought process behind such a scene and everything. So at the end of the day, I think we should act responsibly as filmmakers while coming across such scenes, and probably as filmmakers you can elevate the taste of the audience to a whole new level. അതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ ഫിലിം മേക്കേഴ്സ് അല്ല, ഞങ്ങളെ കാണുന്ന ആൾക്കാരെ. നമുക്ക് നോക്കാം. അതെ, Christopher Nolan said one thing, the audience do not know what they want unless it is given to them. So most people here actually agree differently. നീ ആൾക്കാരുടെ കൂടെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നീ എങ്ങനെ സിനിമ എടുക്കണം, അല്ലെങ്കിൽ ആളറിഞ്ഞ് സിനിമ എടുക്കണം, നീ നിൽക്കുന്ന സ്ഥലം അറിഞ്ഞ് സിനിമ എടുക്കണം, അല്ലെങ്കിൽ നിന്റെ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞ് സിനിമ എടുക്കണം. ഇതിനെ എല്ലാത്തിനെയും വിപരീതമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഓഡിയൻസിന് വേണ്ടതെന്ന് അവർക്ക് അറിയില്ല. നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേ അത് ഓഡിയൻസിന് വേണമെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ നല്ലൊരു സാധനം കൊടുത്താൽ അതിനൊരു ഓഡിയൻസും ഉണ്ടാവും. അപ്പം ഈക്വലി ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫ്രം ദ സൈഡ് ഓഫ് പീപ്പിൾ ഹു ആർ പേട്രൺസ് ഓഫ് ദി ആർട്ട് ആൻഡ് പീപ്പിൾ ഹു ആർ ആർട്ടിസ്റ്റ്. രണ്ടുപേരും ഒരുമിച്ച് ഒരു നല്ലൊരു ഐഡിയയിൽ ഒരു ഇക്വേഷനിൽ പോയാലേ ഇവിടെ നല്ലതൊക്കെ നടക്കും, അല്ലേ? കണ്ടന്റ് കിട്ടി ഞാനും. ഓക്കെ, സോ അല്ല, ഇനിയെങ്കിലും ഫെമിനിസത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരണ്ടേ? കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നാണ്. ഇന്ന് നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ കുട്ടി അങ്ങനെയല്ല, നിങ്ങള് നമ്മൾ 3 പേരായിട്ടൊരു കോൺവെർസേഷൻ ആണെന്ന് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. അടുത്തതിൽ ഞാൻ 2 സ്ത്രീകളെ കൊണ്ടുവരാൻ എന്തോ ഒരു മൊനവെച്ചുള്ള സംസാരം പോലെ. Thank you for having us. Thank you for getting me cancelled. Cancellation guaranteed. പിന്നെ ആധാരമുണ്ട്. ഓക്കെ, സോ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ ഒരു ചർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഫീമെയിൽ പാനലിസ്റ്റ് ഇല്ലാന്നൊരു പരാതി ഉണ്ട്, ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ഫീമെയിൽ പാനലിസ്റ്റുകൾ അപ്പൊ സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓൾസോ എല്ലാവരും അലൻ ചോദിക്കാറില്ല, എന്നാൽ അലന്റെ പോഡ്കാസ്റ്റ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അലൻ മമ്മൂട്ടി കൊണ്ട് പറഞ്ഞല്ല, ചോദിച്ചാലേ കിട്ടും മിസ്റ്റർ. അല്ല, അത് ചോദിച്ചിട്ട് കിട്ടാറുണ്ട്.